ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ അടിപൊളി എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ. എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന ഷാരിനെയാണ്. ഷാരി ആകെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് അവിടേക്ക് യാമന് വരുന്നുണ്ട്. അയ്യോ, ഇത് എന്താലോചിച്ചുകൊണ്ടിരിക്കുക എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ എൻ്റെ മോളെയും അതുപോലെ തന്നെ കൊച്ചുമോളെയും കുറിച്ചൊക്കെ ആലോചിക്കായിരുന്നു. അതിനെ അവർ നിങ്ങളെക്കുറിച്ച് ഒന്നും ആലോചിക്കുന്നുണ്ടാവില്ല. അവരെ ഇപ്പം അവളുടെ പെറ്റമ്മയുടെ കൂടിയാ. നിങ്ങളുടെ ആവശ്യമൊന്നും അവൾക്കിനി ഇല്ല എന്നിങ്ങനെ പറയാണ്. യാമിനി, അങ്ങനെ പറയല്ലേ, എൻ്റെ മോളെയും കൊച്ചുമോളെയും ഇത്രയും നാൾ വളർത്തിയത് ഞാനല്ലേ. അതെ, നിങ്ങൾ തന്നെയാണ് വളർത്തിയത്. അതുകൊണ്ട് നിങ്ങളുടെ മോളെ നന്ദികേട് കാണിച്ചു. പെറ്റമ്മേനെ കണ്ടപ്പോൾ നിങ്ങളെ മറന്ന് അവരുടെ കൂടെ കൂടി. ഇനി അവളുടെ കൂടെ കൂടിയത് താരച്ചിയുടെ കൂടെ കൂടിയത് അവരെ കൊല്ലാനാണോന്നും അറിയില്ല. നിങ്ങളുടെ മോളല്ലേ ആള് എന്നൊക്കെ പറയാണ്. അത് കേട്ടുകൊണ്ട് രൂപ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്താ യാമിനി, ഒരാൾ വിഷമിച്ചിരിക്കുമ്പോഴാണോ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. എന്താ എന്താ ഇടത്തി ഉണ്ടായെന്ന് ചോദിക്കുമ്പോൾ, ഞാനിവിടെ വിഷമിച്ചിരിക്കായിരുന്നു. അപ്പോ യാമിനി എന്തൊക്കെയോ പറയാ. യാമിനി പറയില്ലേ, പക്ഷെ ഞാൻ അങ്ങനെയല്ല, പറയേണ്ട സ്ഥലത്ത് തന്നെ പറയും. ഇവരെ മേഡത്തിനോട് കാണിച്ചു കൂട്ടുന്നത് ഞാൻ മാത്രല്ല, ഇവരുടെ മോളും ഭർത്താവും ഞാൻ മറന്നിട്ടില്ല എന്ന് പറയണം. ഇല്ല, ഇപ്പൊ എന്താ പ്രശ്നം ചോദിക്കുമ്പോ, രൂപേ അറിയാം, ഇപ്പൊ കുഞ്ഞിനെ കൊണ്ടുവരാന്ന് പറഞ്ഞിട്ടല്ലേ ഇവിടുന്ന് കൊണ്ടുപോയത്. സമയം ഇത്രയായിട്ടും കൊണ്ടുവന്നിട്ടില്ല. എനിക്ക് എന്റെ മോളെയും കൊച്ചുമോളൊന്നും കാണാതിരിക്കാൻ പറ്റുന്നില്ല രൂപേ എന്ന് പറയും. അവരും കൂടി വിചാരിക്കും ആ മോളുടെ അടുത്ത് ഒന്നും ഇങ്ങോട്ട് വരാനായിട്ട്. ഞാൻ അവരോട് പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞിട്ട് കേൾക്കാത്തതിന് എന്ത് ചെയ്യാൻ പറ്റും? ഒരു പ്രാവശ്യം കൂടി ഒന്ന് പറഞ്ഞു നോക്കാവോ? എനിക്ക് അവരെ കാണാതെ ഇരിക്കാൻ പറ്റുന്നില്ല. എനിക്ക് താരെടുത്ത് ഒരു വിരോധമില്ല. അവൾക്കും മോൾക്കും ഒക്കെ ഇവിടെ വന്ന് നിന്നൂടെ? കൊച്ചുമോൾക്കൊക്കെ ഇവിടെ വന്ന് നിന്നൂടെ? ഒരു കാര്യം ചെയ്യാം, ഞാനൊരു വോയിസ് മെസ്സേജ് അയക്കാം എന്ന് രൂപ പറയാണ്. ശേഷം റൂമിലേക്ക് പോയിട്ട് രൂപ ഒരു വോയിസ് മെസ്സേജ് താരക്ക് അയക്കാട്ടോ. താര അത് ഹോളിൽ നിന്നിട്ട് ഇങ്ങനെ പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പൊ രൂപ ഇങ്ങനെ പറയാണ്, താരെ, ഷാരി ആകെ വിഷമത്തിലാണ്. ഇത്ര നാളും അവളാണല്ലോ സരിയുനെയും കുഞ്ഞിനെയൊക്കെ വളർത്തിയത്. അവരെ കാണാതിരിക്കാൻ അവർക്ക് പറ്റുന്നില്ല. അതുകൊണ്ട് നീ സമയം കിട്ടുമ്പോൾ സരിയുനെയും കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വരെ ഒന്ന് വരണം എന്നാണ് രൂപ താരക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ ആ വോയിസ് മെസ്സേജ് കേട്ടിട്ട് സരിയു അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്താമേ, ആരാമേ എന്നൊക്കെ ചോദിക്കുമ്പോൾ താര ആ ഫോൺ എടുത്ത് സരിയുവിന്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. സരിയു ആ ഫോൺ മേടിച്ചിട്ട് വോയിസ് മെസ്സേജ് ഇങ്ങനെ കേൾക്കുമ്പോഴേക്കും രൂപ പറയുന്നത് കേൾക്കുന്നുണ്ട് കേട്ടോ. കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് വരണമെന്ന് പറഞ്ഞ കേൾക്കുന്നുണ്ട്. അത് കേട്ട സരിയു പറയുന്നുണ്ട്, ശരിയാ ആന്റി പറഞ്ഞത്, ഇത്ര നാളെന്നെ വളർത്തി വലുതാക്കിയത് എൻ്റെ പെറ്റമ്മയല്ല പോറ്റമ്മയാണ്. എൻ്റെ മോളെ നോക്കിയത് അവര് തന്നെയാണ്. എൻ്റെ മോളാണെങ്കിൽ അവരെ തിരിയുന്നുണ്ടിടക്ക് അവരുടെ ഭക്ഷണം കൊടുക്കുകയും കുളിപ്പിക്കുകയും പാട്ട് പാടി ഉറക്കുകയൊക്കെ ചെയ്തത്. അതുകൊണ്ട് എന്നെക്കാളും മോൾക്ക് അറ്റാച്ച്മെന്റ് എൻ്റെ ഷാരിയമ്മയുടെ അടുത്താണ്. അതുകൊണ്ട് അവരിൽ നിന്ന് കുഞ്ഞകറ്റി നിർത്തുന്നത് അത്ര നല്ലതല്ല. നമുക്ക് അങ്ങോട്ട് പോകാം, പോയിട്ട് വൈകിട്ട് തിരിച്ചു വരാം എന്ന് പറയണം. അമ്മ വേഗം റെഡിയാവ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ താരയും സാരിയും റെഡിയായിട്ട് നേരെ പോണത് രൂപയുടെ വീട്ടിലേക്കാട്ടോ. അവിടെ പോയി ബെല്ലടിക്കുമ്പോഴേക്കും നമ്മുടെ യാമിനി വാതിൽ തുറക്കുന്നുണ്ട്. അല്ല, ഇത് ആരാ വന്നിരിക്കണത് എന്ന് ചോദിക്കാണ്. ആരുടെ രക്തം കുടിക്കാനായി വേണ്ടിയിട്ടാണ് നീ വന്നിരിക്കണത് എന്ന് സാരിയോട് ചോദിക്കുമ്പോൾ, ഞാൻ എൻ്റെ അമ്മേനെയും ആന്റീനെയൊക്കെ കാണാൻ വേണ്ടി വന്നതാ എന്ന് പറയുമ്പോഴേക്കും ആ ഒച്ച കേട്ട് ഷാരി അങ്ങോട്ടേക്ക് ഓടി വരുന്നത്. ആ മോളെത്തിയോ, മോളെ വാ മോളെ എന്നൊക്കെ പറയാണ്. വേണ്ടമ്മേ, ഞാൻ ദേ കുഞ്ഞിനെ തരാൻ വേണ്ടി വന്നത്. അയ്യോ, എൻ്റെ കൊച്ചുമോളെന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ ഷാരി ആ കുഞ്ഞിനെ എടുക്കുന്നുണ്ട്. എൻ്റെ കൊച്ചുമോള് വിഷന്നോ ക്ഷീണിച്ചോ, ഞാൻ ഭക്ഷണം തരാട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അകത്തേക്ക് കൊണ്ടുപോകാട്ടോ. അത് കണ്ടിട്ട് രൂപയും അതുപോലെ തന്നെ ചന്ദ്രസേനൻ അങ്ങോട്ട് വരുന്നുണ്ട്. ആഹാ, നീ എന്താ അവിടെ നിൽക്കുന്നത്, അകത്തേക്ക് വാ. വേണ്ട ആന്റി എന്ന് സരിയു പറയാണ്. ആ സമയത്ത് ചന്ദ്രസേനൻ പറഞ്ഞിട്ട്, ഞങ്ങൾക്ക് വിരോധമൊന്നുമില്ല, നീ അകത്തേക്ക് വന്നോ. അതല്ല അങ്കിളെ, ഞാൻ തിരിച്ചു പോകും, കുഞ്ഞിവിടെ ഏൽപ്പിക്കാൻ വേണ്ടി വന്നതാണ് എന്ന് പറയാണ്. അത് കേട്ട് ഷാരി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പൊ മോൾ ഇങ്ങോട്ടേക്ക് വരുന്നില്ലേ? ഇല്ല, ഞാൻ എൻ്റെ പെറ്റമ്മയുടെ സ്നേഹം അനുഭവിച്ചിട്ടില്ലല്ലോ. പെറ്റമ്മയുടെ കൂടെ കഴിയാൻ വേണ്ടി തീരുമാനിച്ചു. മോൾ എന്തായാലും ഇവിടെ നിൽക്കട്ടെ, അവളിനി ഇവിടെയാണല്ലോ നിൽക്കേണ്ടത്. ഞാൻ ഉടനെ ജയിലിലേക്ക് പോകുമല്ലോ എന്ന് പറയാണ്. അത് കേൾക്കുമ്പോൾ രൂപയും ചന്ദ്രസേനും സരിയുനൊന്ന് നോക്കുന്നുണ്ട്. സരിയു പറയുന്നുണ്ട്, അതെ, ഞാൻ ഉടനെ തന്നെ ജയിലിൽ പോകും മനോഹർ. അവനെപ്പ പരോളിൽ ഇറങ്ങുന്നു, അവനെപ്പ പുറത്തിറങ്ങണമെന്ന് കാത്തിരിക്കാൻ ഞാൻ. അവനെങ്ങാനും പുറത്തിറങ്ങി കഴിഞ്ഞാൽ അവനെ കൊന്നിട്ട് ഞാൻ വീണ്ടും ജയിലിലേക്ക് പോകും. അപ്പം അങ്ങനെ ഞാൻ പോകുമ്പോഴേക്കും എൻ്റെ മോള് പിന്നെ വളരേണ്ടത് ഇവിടെ തന്നെയാണ്. അതുകൊണ്ട് അവൾ ഇവിടെ തന്നെ ഇപ്പൊ വളരണതാ നല്ലത്. അവള് ഇവിടെ നിൽക്കട്ടെ, ഞാൻ പോകുവാണ് എന്നൊക്കെ പറയാട്ടോ. അപ്പോഴേക്കും ഷാരി പെണ്ണു, മോളെ ഒന്ന് വന്നിട്ട് ഇരുന്നിട്ട് പോ മോളെ. വേണ്ട അമ്മേ, ഞാൻ പിന്നീട് വരാം, ഞാൻ വന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ പോയിക്കോളാം. മോള് ഇവിടെ നിർത്തി പോകുന്നുണ്ടല്ലോ. മോളെ നിങ്ങളെല്ലാരും നോക്കിയാൽ മതി, എന്റെ മോള് നന്നായിട്ട് തന്നെ വളരണം എന്ന് പറയുമ്പോൾ ചന്ദ്രസേനൻ പറയണ്ട്, നിന്റെ ഈ തീരുമാനം നല്ല തീരുമാനമാണ് എന്ന് പറയുമ്പോഴേക്കും സറിയു പറയാണ്, അതെ, എന്റെ പെറ്റമ്മേനെ ദ്രോഹിച്ചതിന് എനിക്ക് ദൈവം തന്ന ശിക്ഷയാണ് മനോഹർ എന്ന് പറഞ്ഞ ഭർത്താവ് എന്ന് പറയുമ്പോഴേക്കും യാമിനി പറയണ്ട്, അല്ലെങ്കിൽ നിന്റെ സ്വഭാവമുള്ള പെണ്ണിനെ ആരെ കിട്ടാനാടി, അവന് തന്നെ നിനക്ക് കൂടുതലാ എന്ന് പറയാണ്. അതിനൊന്നും മറുപടി സരിയു പറയുന്നില്ല കേട്ടോ. സരിയു പറയണ്ട്, എങ്കിലും പോട്ടെങ്കില്, അല്ല നീ മര്യാദക്കുള്ള സ്വഭാവമാണെങ്കിൽ ഇവിടെ നിൽക്കണമെന്ന് ഞങ്ങൾക്ക് വിരോധമൊന്നും ഇല്ല കേട്ടോ.
അതല്ല അങ്കിളെ, എനിക്ക് പോണം. ഇനിയുള്ള കുറച്ചു ദിവസം എനിക്ക് എന്റെ അമ്മയുടെ സ്നേഹം അനുഭവിച്ചിരിക്കണം. അതുകൊണ്ടിട്ടാ ഞാൻ മോളെ കാണാൻ വേണ്ടി ഇടയ്ക്ക് ഇങ്ങോട്ട് വരാം. മോളെ കണ്ടിട്ട് ഞാൻ തിരിച്ചു പോയിക്കോളാം എന്ന് പറയാണ്. എങ്കിൽ ശരി ആന്റി, അങ്കിളെ അമ്മേ ഞാൻ പോകുവാണ് എന്ന് പറഞ്ഞിട്ട് താരനെയും കൂട്ടിക്കൊണ്ട് സരിയും അവിടെ നിന്ന് പോകുക. അത് നോക്കിക്കൊണ്ട് വിഷമിച്ചിരിക്കുകയാണ് ഷാരി. അതിനുശേഷം കാണിക്കണ ബൈജുവിനെയാണ്. ബൈജു ഒരിടത്ത് ചായ കുടിച്ചോണ്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് സ്റ്റെഫി വരുവാട്ടോ. എടാ ബൈജു, നിന്നെ ഞാൻ ഫോളോ ചെയ്തോണ്ടിരിക്കുകയാടാ. നിന്നെ 2-3 ദിവസത്തെ ഞാൻ വീഴ്ത്തിയിരിക്കും. എന്നിട്ട് നിന്നെ കൊണ്ട് നിന്റെ ബോസിനെയും നിന്റെ ബോസിന്റെ ഭാര്യനെയും കൊണ്ടിട്ടൊക്കെ എന്റെ വീട്ടിൽ വരുത്തിപ്പിക്കും. എന്നിട്ട് ഞാൻ അവർക്ക് നല്ലൊരു ട്രീറ്റ് കൊടുക്കുന്നുണ്ട് എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചിട്ട് സ്റ്റെഫി അവിടേക്ക് ഇറങ്ങാണ്. ഹലോ ബൈജു എന്ന് പറയുമ്പോ, അല്ല ഇതാരും സ്റ്റെഫിയോ? ഞാനിപ്പോ മനസ്സിൽ വിചാരിച്ചേ ഉള്ളൂ, അപ്പോഴേക്കും ഞാൻ വന്നില്ലേ. അതാണ് മനപ്പൊരുത്തം. അതെ, ഞാനിപ്പോ വിചാരിച്ചു നമ്മൾ തമ്മിൽ നല്ല മനപ്പൊരുത്തമാ. അല്ല, ഒരു ചായ എടുക്കട്ടെ? വേണ്ട എന്ന് സ്റ്റെഫി പറയുമ്പോ, അത് പറ്റില്ല, ഒരു ചായ കുടിക്കണം എന്ന് പറഞ്ഞിട്ട് സ്റ്റെഫിക്കും ഒരു ചായ മേടിച്ചു കൊടുക്കാട്ടോ ബൈജു. അതിനുശേഷം ബൈജുവിനോട് ചോദിക്കേണ്ട സ്റ്റെഫി, അല്ല ബൈജുക്ക് ഇന്നെന്താ പ്രോഗ്രാം? പ്രോഗ്രാം ഒന്നുമില്ല, കമ്പനിയിലേക്ക് പോകാൻ പോവാ. ഞാൻ വിളിച്ചപ്പോ ഫോൺ എടുത്തില്ലല്ലോ. അതെ, ഞാനേ അവിടെ എന്റെ ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ എന്റെ സാറിന്റെയും അതുപോലെ തന്നെ മേഡത്തിന്റെ കൂടെയാ നിൽക്കുന്നത്. അവിടെ എടുത്തായിരുന്നു. അവിടെ എടുത്തപ്പോ ഫോൺ എടുക്കാൻ പറ്റില്ലല്ലോ. അതെന്താ? അല്ല, അവരൊക്കെ എന്നെ കളിയാക്കും. അല്ല, ഇന്നലെ വിളിച്ചപ്പോ ഫോൺ കട്ട് ചെയ്തായിരുന്നല്ലോ എന്ന് സ്റ്റെഫി ചോദിക്കുമ്പോ, അതെന്റെ സാറിന്റെ ഒരു അളിയനുണ്ട് രതീഷ്, അവൻ എന്റെ അടുത്ത് വന്നു. എന്നിട്ട് ചോദിക്കുക ആരാണ് വിളിക്കണേന്ന്. എന്നിട്ട് ബൈജു എന്ന് പറഞ്ഞു. ഞാനൊന്നും പറഞ്ഞില്ല. എന്തിലും പറഞ്ഞാലേ അവരോരോ കഥകൾ ഉണ്ടാക്കി ഇറങ്ങും. ഉണ്ടാക്കട്ടെ, അത് നല്ലതല്ലേ എന്ന് സ്റ്റെഫി പറയാണ്. അങ്ങനെ സ്റ്റെഫി ചായ കുടിക്കുമ്പോൾ സ്റ്റെഫി ചോദിക്കണ്ടല്ല, ബൈജുക്ക് എന്റെ കൂടെ തമിഴ്നാട്ടിലേക്ക് വന്നൂടെ, ചെന്നൈയിലേക്ക്? ബൈജുക്ക് ഇപ്പൊ കുറച്ച് ബിസിനസ്സും കാര്യങ്ങളൊക്കെ അറിയാലോ, നമുക്ക് അവിടെ അടിച്ചു പൊളിച്ച് ബിസിനസ്സും കാര്യങ്ങളൊക്കെ ചെയ്ത് ജീവിക്കാം എന്ന് പറയുമ്പോൾ ബൈജു പറയണ്ട, അയ്യോ അത് പറ്റില്ല, എനിക്ക് ഇവിടെ നിന്ന് വരാൻ പറ്റില്ല. ഞാൻ പറഞ്ഞില്ലേ എന്റെ മേഡത്തിനെയും സാറിനെയും കുറിച്ചിട്ട് ഞാൻ അവരുടെ കൂടെ കഴിയേണ്ടത്. അവരെന്നെ കൂടപ്പിറപ്പിനെ പോലെയാണ് നോക്കുന്നത്. അതുകൊണ്ട് അവരെ ഉപേക്ഷിച്ച് എനിക്ക് പോകാൻ പറ്റില്ല. എന്റെ ജീവിതം ഇപ്പോഴാണ് എന്നെ ആസ്വദിച്ചു തുടങ്ങുന്നത് അവരുടെ കൂടെ കൂടിയ പിന്നെ. അതുകൊണ്ട് അവരെ വിട്ടിട്ട് എനിക്കൊരു വരാൻ പറ്റില്ല സ്റ്റെഫി എന്ന് പറയാണ്. ആയിക്കോട്ടെ, എങ്കിൽ ഞാൻ പോയിക്കോട്ടെ, പിന്നീട് കാണാം എന്ന് പറഞ്ഞിട്ട് സ്റ്റെഫി അവിടെ നിന്ന് ഇറങ്ങാണ്. ബൈജു അങ്ങനെ ടാറ്റൊക്കെ കാണിക്കണ്ടോ. അങ്ങനെ സ്റ്റെഫി അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. ശേഷം രാത്രി ആകുമ്പോഴേക്കും സ്റ്റെഫി ബൈജുവിന്റെ മൊബൈലിലേക്ക് വിളിക്കുകയാണ്. ബൈജു ഫോൺ എടുക്കുന്നുണ്ട്. ബൈജുനോട് ചോദിക്കണ്ട എന്താ പരിപാടി എന്ന് ചോദിക്കുമ്പോ, ഒരു പരിപാടിയില്ല, എങ്കിൽ നമുക്ക് പുറത്തുനിന്ന് പോയാലോ ചോദിക്കുമ്പോ, അത് ഞാൻ അങ്ങോട്ട് പറയാൻ നിൽക്കുമായിരുന്നു. എങ്ങോട്ടേക്കാ പോകുക? അത് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് പറയാമെന്ന് സ്റ്റെഫി പറയാണ്. ബൈജു പറയണ്ടേ, എന്നാലും പുറത്തു പോവാല്ലേ? പിന്നെ തീർച്ചയായിട്ടും പോകാം എന്ന് പറയണ്ടേ. അങ്ങനെ സ്റ്റെഫിയും ബൈജും കൂടി പുറത്തേക്ക് പോകുവാട്ടെ രാത്രി. സ്റ്റെഫി നല്ല അടിച്ചുകൂടി ഡ്രസ്സൊക്കെ ആയിട്ടോട്ടിരിക്കുന്നത്. ബൈജു പറയണ്ട്, നമ്മൾ കണ്ടതും സംസാരിച്ചതൊക്കെ ഒരു നല്ലതിന് വേണ്ടിയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതെ, എനിക്കും അങ്ങനെ തന്നെയാ തോന്നുന്നത്. സത്യം പറയില്ല ബൈജു, എനിക്ക് ഇതിനെ ഒരുപാട് ഇഷ്ടമാണ് എന്ന് സ്റ്റെഫി പറയുമ്പോ ബൈജു പറയണ്ട, എനിക്കും അതെ. അതിനുശേഷം ബൈജു പറയണ്ട്, സ്റ്റെഫിക്ക് ഒരു കാര്യം അറിയാമോ, ഞാനേ ഈ എന്റെ കിരൺ സാറിനെ കല്യാണ മേഡത്തിലേക്ക് പരിചയപ്പെടുന്ന മുമ്പേ ഞാനൊരു അസൽ ബോറനായിരുന്നു. ഒരുപാട് പെണ്ണുങ്ങളെ പുറകിലൊക്കെ നടന്നിട്ടുണ്ട്, ഒരുപാട് കോമാളിയായിട്ടുണ്ട്. പക്ഷെ കല്യാണിന്റെ കിരണിന്റെ കൂടെ കൂടിയ പിന്നെയാണ് ഞാൻ നല്ലൊരു കുട്ടിയായി മാറിയത് എന്ന് പറയാണ്. അതുകൊണ്ട് എനിക്ക് അവരെ വിട്ടുവരാതെ പറ്റാത്തതിന് കാരണം അത് തന്നെയാണ്. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ടു ബൈജു. എനിക്ക് മനസ്സിൽ ഒളിപ്പിച്ചു വെക്കാൻ പറ്റുന്നില്ല. നിന്റെ സ്വഭാവമുള്ള ആൾക്കാരെയാ എനിക്കിഷ്ടം. മനസ്സിലുള്ള കാര്യങ്ങൾ തുറന്നു പറയണ നിന്നെ പോലെ നിഷ്കളങ്കരായിട്ടുള്ള ആൾക്കാരെ എനിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടമാണ്. എനിക്കും അങ്ങനെയാണ് സ്റ്റെഫി. എങ്കിൽ ഞാൻ പോയിക്കോട്ടെ, സമയം ഒത്തിരിയായി, ശരി ബായ് എന്ന് പറയാണ്. അങ്ങനെ സ്റ്റെഫി അവിടെ ബൈജു അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. സ്റ്റെഫിയും അവിടെ നിന്ന് ഇറങ്ങും കേട്ടോ. അപ്പൊ സ്റ്റെഫി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്, നിന്റെ സാറിനെ നിന്റെ മേഡത്തിനും ഉടനെ കൊല്ലോടാ, ഏറിപ്പോയാ 3 ദിവസം അതിനുള്ളിൽ അവര് മരിച്ചിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റെഫി ഇങ്ങനെ സന്തോഷത്തോടു കൂടി തന്നെ ബൈജുവിനെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഭാഗത്തോടെയാട്ടോ ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.